SM ടോക്സിന്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന്. കാരണം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് വളരെയധികം ഒരു എന്താ പറയാ ഒരു ഡിഗ്നിറ്ററി ഓൺ ഡയസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷന് പകരം എനിക്ക് ഇത് നമ്മുടെ ഗസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സാറിനെ പ്രൊഫഷണലി ഒന്ന് പരിചയപ്പെടുത്താമോ? First of all, good morning. Good morning, sir. എൻ്റെ പേര് ഡോക്ടർ ഫ്രാൻസി ജോസഫ്. Now I am a retired person. അപ്പോൾ അതിനകത്ത് വളരെ കൂടുതൽ വർഷവും ഞാൻ ദുബായിലായിരുന്നു, ഒരു 34 വർഷത്തോളം. ബിഫോർ ദാറ്റ് ഐ വർക്ക്ഡ് ഇൻ ഇന്ത്യ. 24 മുതൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 40 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ്. സോ ബേസിക്കലി ഐ ആം എൻ എഞ്ചിനീയർ. പിന്നീട് ഞാൻ MBA ചെയ്തിട്ടുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റിൽ ഐ എം എ സ്റ്റുഡൻറ്റ്. വേറെ ഒരു MSc-ക്കൊക്കെ സ്റ്റുഡൻ്റായിട്ട് ഞാൻ ചേർന്നിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലേസിലാണ് നമ്മൾ ഇരിക്കുന്നത്. സപ്തവർണ്ണ പലർക്കും അല്ല, നമ്മുടെ തൃശ്ശൂരുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന, ശരിക്കും ഇത് തൃശ്ശൂരിൽ മാത്രമാണോ അതോ? തൃശ്ശൂരിലാണ് മെയിനായിട്ട് സപ്തവർണ്ണ ബിൽഡേഴ്സ് ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ 19ാമത്തെ പ്രോജക്റ്റാണ് ഓൺഗോയിങ് ആയിട്ടുള്ളത്. അവർ മോർ ഇൻ ടു റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പം ഡെവലപ്പ് ചെയ്യുന്നു, അത് അനുഭവിക്കുന്നു. ഇപ്പം ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പ്രോജക്റ്റ് ഈസ് ഗോയിങ് ഓൺ ഈ അയ്യന്തോളിലാണ്. അയ്യന്തോളിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, സിന്ധൂജ എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ നാൾ ഞാൻ ഒരു ടെക്നോളജി ബിസിനസ്സിൻ്റെ CEO ആയിരുന്നു. അപ്പോൾ അത് കണ്ടമാനം വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് കോർപ്പറേറ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയ ലെവലിൽ നിന്ന്, അതായത് ഒരു എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. BPL ഞാനൊരു R&D എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഉള്ള പ്രോഗ്രഷനാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം എക്സ്പീരിയൻസ് നമ്മളുടെ അങ്ങനെ വന്നുപെട്ടു. നമുക്ക് 40 ഇയേഴ്സിന്റെ വളരെ വാലിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം ഈ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് USP കൊണ്ടായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിയിലുള്ള അറിവ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള അറിവ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് ഉള്ളതിന് വെച്ചിട്ടായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് കണ്ടമാനം ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ അത് മുഴുവൻ ഒരു പക്ഷേ അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കൊരു സിസ്റ്റം ഡ്രിവൺ ആക്കി അവർ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളെ മാറ്റാനാണ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് പലപ്പോഴായിട്ട്. അതാണ് ഇപ്പോൾ അതിൻ്റെ പേരാണ് C4U എന്നുള്ള ഒരു C4U കൺസൾട്ടൻസ് എന്നാണ്. സോ എൻ്റെ അറിവിൽ സാറുമായിട്ട് ഫസ്റ്റിൽ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് സാറിന് ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്തിട്ടും അല്ലേ, ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കൊക്കെ ആവശ്യമുള്ള. അപ്പൊ ഈ വ്യൂവേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് ബിസിനസ് ഓണേഴ്സും ഉണ്ട്, ഒപ്പം തന്നെ ജോലിക്കായിട്ട് പോകുന്നവരുണ്ട്, എന്നാൽ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും പലരും നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് എങ്ങനെ വേണം എന്നുള്ളതാണ് സാറിന്റെ ഒരു ഐഡിയ, അല്ലെങ്കിൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളൊരു ബിസിനസ് മോഡൽ സങ്കല്പിക്കുമ്പോൾ തന്നെ ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി വേർട്ടിക്കലിലുള്ള സ്റ്റാഫ് എക്സ്പെൻസസ് തന്നെയായിരിക്കണം നമ്മുടെ ബിസിനസ് മോഡലിൽ നമ്മൾ ഇടുന്നത്. ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സെയിൽസ് വരുന്നതെന്നും എന്തൊക്കെ എക്സ്പെൻസസ് ആണെന്നും എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്നും നമ്മൾ നേരത്തെ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ബിസിനസ് മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇംപ്രോപ്പറായിട്ട് ഈ സ്റ്റാഫ് എക്സ്പെൻസസ് ഇടുകയാണെങ്കിൽ, അങ്ങനെയാണ് നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ കാണുന്നതെങ്കിൽ അത് സസ്റ്റൈനബിൾ അല്ല, അത് സ്റ്റേബിൾ ആയിരിക്കും. ഇതൊരു മേജർ സംഗതിയാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റാഫിന് കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് അതായിട്ട് മാറുന്നു എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സസ്റ്റൈനബിൾ അല്ല. അതുകൂടാതെ ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവർക്കൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ സാധിക്കും. അതിലൂടെയാണ് അവർക്കൊരു ലോയൽറ്റി, അതിലൂടെയാണ് അവരുടെ സിൻസിയറിറ്റി,
പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം കൊണ്ടുവരും. അവർക്ക് സാലറി മാത്രം ആയിട്ട് കൊടുത്തോണ്ടും കാര്യമില്ല. ഒരു കാര്യമില്ല, സാലറി മാത്രമല്ല, പല ആസ്പെക്ട്സ് ഉണ്ട്. ഒരു സ്റ്റാഫിനെ നമുക്ക് കൂടെ നിർത്തണമെങ്കിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ബിസിനസ് സക്സസ്. വെരി വാലിഡ്. അപ്പൊ എനിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ SM ടോക്സ് കാണുന്നവര് കുറെ പേര് ജോലിക്ക് പോകുന്നവരുണ്ട്. അവരുടെ ഇൻകം ഒക്കെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. കാരണം ഒരു സാലറിക്ക് പലപ്പോഴും ഒരു പരിമിതി വരുമല്ലോ. ഒരു ഇഷ്യൂ കൂടി വന്നിട്ടുള്ളത്, പുറത്തേക്ക് പോകുന്ന ഒരു സംഭവം കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നു തുടങ്ങി അവിടെ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് യുവാക്കള്. അതെ, അപ്പൊ അതുകൊണ്ട് ഈ അപ്കമിങ് ആയിട്ട് ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ജനറേഷനെ ഇപ്പം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാറിന് ഇപ്പൊ 40 വർഷത്തെ പല എക്സ്പീരിയൻസസ്, ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളവർക്കൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? നമ്മളുടെ ഇന്ത്യയുടെ ഇക്കോണമി അതിന്റെ ഒരു പ്രത്യേക കർവിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മളെ ഈ ജനറേഷൻ, അതിനകത്ത് ഞാൻ പ്രായം കൂടിയ ആളായിരിക്കും, പ്രായം കുറഞ്ഞവരും ഉണ്ടാവും. പക്ഷെ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കോണമി നമ്മളുടെ വേൾഡിൽ തന്നെ ഒരു 3rd ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറാനായിട്ടുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പം അവിടെ സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ അവിടെ നമുക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ പുതിയ ജനറേഷൻ്റെ ഒരു മേജർ ഫോക്കസ്. അത് നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യ അല്ല ഇന്നുള്ളത്. അതിന് കാരണം നമ്മുടെ ഇക്കോണമിക് റിഫോംസ് ആണ്. അതിപ്പോൾ ഒരു വർഷം കൊണ്ടോ ഒരു വ്യക്തിയുടെയോ ഒന്നുമല്ല. ആ റിഫോംസ് കാലാകാലങ്ങളിൽ സംഭവിച്ചത് കൊണ്ട് നമ്മളുടെ ഇക്കോണമി ഒരു വലിയ ഫ്ലൈ വീൽ തിരിയുന്ന പോലെ തിരിയുകയാണ്. അപ്പോൾ അതിന്റെ ഫ്ലൈ വീൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മൊമെന്റമാണ് അത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനകത്തൊരു സക്സസ് ഫാക്ടർ ഉണ്ടാകും, പ്രൊവൈഡഡ് നമുക്ക് അതിനുള്ള സ്കിൽ സെറ്റ്സ് ഉണ്ടാവാം. പിന്നെ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഇന്നോവേറ്റീവായിട്ട് അവർ ചിന്തിക്കണം. എന്താണ് ആ പെർട്ടിക്കുലർ മാർക്കറ്റിലെ ആവശ്യം, എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് കൊണ്ടുവരും. കണ്ടമായ ആവശ്യങ്ങളുണ്ട്, അത് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് അതിൽ ഫോക്കസ് ചെയ്യാനും അതിലുള്ള സ്കിൽ സെറ്റ് ഉണ്ടാക്കാനും അതിനുള്ള നോളജ് ഡെവലപ്പ് ചെയ്യാനും, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മനസ്സിലായത് സാറിപ്പോ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിക്വയർമെന്റ് ഉണ്ടാവും. അപ്പൊ അതിലൊരു സൊല്യൂഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് അല്ലേ മാർക്കറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കാർ പാർക്ക്, കുറേ വിസ്താരമുള്ള കാർ പാർക്കുകൾ ഇപ്പം വെർട്ടിക്കലായിട്ട് ഉയർന്നു തുടങ്ങിയല്ലേ. ദാറ്റ് വാസ് സംബഡീസ് തോട്ട്. Somebody has brought that idea in and there are so many such companies developed. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പരന്ന സ്ഥലത്ത് മാത്രം പാർക്ക് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ വെർട്ടിക്കലി ഇങ്ങനെ അതുപോലെ അത് ആരുടെയും ഒരു തോട്ടാണ്. ആ ചിന്തകളാണ് നമ്മളുടെ പുതിയ ജനറേഷൻ ഉണ്ടാവേണ്ടത്. അവിടെയാണ് അവരുടെ സ്റ്റാർട്ടപ്പുകൾ വിജയിക്കുക. പ്ലസ് ദ എക്സ്പീരിയൻസ് ദേ ഷുഡ് ടേക്ക് ഇറ്റ് ഫ്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അല്ല, ഇതൊരു തമാശക്ക് നമ്മുടെ സലീം കുമാർ ഈ അടുത്തൊരു ഇന്റർവ്യൂല് പറഞ്ഞില്ലേ 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട്, നമ്മളിങ്ങനെ 90 കിഡ്സിനെ കളിയാക്കണ ഒരു ചടങ്ങുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അതിൽ സലീം കുമാർ പറഞ്ഞാണ് 2K കിഡ്സ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, അതായത് 2000-ന് ശേഷം ജനിച്ചവരും ഈ അടുത്തൊരു തമാശ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവര് നമ്മുടെ 90s മുമ്പ് കണ്ടുപിടിച്ച ആൾക്കാര് ആണ് ഈ കമ്പ്യൂട്ടറിൽ അത് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് അവിടെ നല്ല ചായ കിട്ടും, ഇവിടെ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഇടാന്നല്ലാതെ കാര്യമില്ല എന്നൊക്കെയാണ് പറയണേ. അപ്പൊ അതിലെന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് എവ്രി ഡേ ഉണ്ടാകുന്നുണ്ട്. ഇതിലുള്ള ഒരു മേജർ ചേഞ്ച് പണ്ട് കാലത്ത് ഒരു വ്യക്തി കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഇന്ന് ഒരു പറ്റം സയന്റിസ്റ്റ്, പറ്റം എഞ്ചിനീയേഴ്സ് ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കാണുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ അതിന്റെ സ്കെയിൽ ഈസ് ഫാർ ഡിഫറെന്റ്. പണ്ട് അങ്ങനെ ചെയ്തിരുന്നത് നാസയിലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ഓരോ ഇൻഡസ്ട്രിയിലും അത് വന്നു. ശരിക്കും ഇന്ത്യനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ
സ്റ്റിൽ ഡെവലപ്പിംഗ് കൺട്രി എന്ന് തന്നെയാ പറയാൻ പറ്റുക അല്ലേ? ഡെവലപ്പിംഗ് കൺട്രി. ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് എന്ന് പറയുന്ന അത് പക്ഷെ കുറെ കാലഘട്ടമല്ല, ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുന്നത്. അതിലുള്ള യുവാക്കളും ബിസിനസ്സും. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂത്താണ്. നമ്മുടെ യൂത്താണ് നമ്മുടെ പോപ്പുലേഷൻ. അത് ഭയങ്കര മേജർ പവർ ഹൗസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് വളരെ വലുതാണ്, വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. ഈ 2K കിഡ്സിന്റെ ഈ ജോക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇവിടുത്തെ ഒരു ഫൈനസ്റ്റ് ക്രീം ലെയർ ഓഫ് ബ്രെയിൻസ് ഒക്കെ അബ്രോഡ് പോകുന്നതായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. കാരണം അതിനുള്ള ഒരു കാരണം ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു പരിമിതിയായിരുന്നു. അത് ഗ്രാജുവലി അത് മാറും. ചൈനയിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ചൈനയിൽ വളരെ കൂടുതൽ ആൾക്കാർ വെളിയിൽ പോയിട്ട് US യൂണിവേഴ്സിറ്റിയിൽ വളരെ കൂടുതൽ ചൈനീസ് സ്റ്റുഡൻസ് ആയിരുന്നു. അവരെല്ലാം തന്നെ തിരിച്ച് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം they all came back. അവിടുത്തെ പല ബിസിനസ്സുകളും അമേരിക്കയിൽ പഠിച്ച കുട്ടികളാണ് ആയിരുന്നു. ഇപ്പം കാര്യങ്ങളൊക്കെ വ്യത്യാസം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത്, നമുക്കിപ്പോ ഈ ഞാൻ എന്റെ ഫ്രണ്ട്സിൽ ഉൾപ്പെടെ കേട്ടുവരുന്ന കാര്യം, എന്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരു 15,000 സാലറി വാങ്ങുന്ന ആളുണ്ട്, 50,000 സാലറി വാങ്ങുന്ന ആളുണ്ട്. ഇവരുടെ രണ്ടുപേരോട് ചോദിച്ചു കഴിഞ്ഞാലും മാസാവസാനം ഒരു ടൈറ്റില്ല, അതൊരു ഭയങ്കര ടൈറ്റ്. അപ്പൊ ഇവർക്കെന്നല്ല, ഈവൻ എനിക്ക് പോലും ഒരു പരിധിക്ക് അപ്പുറം ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് ചില മാസങ്ങളിൽ ഇതുപോലെ ഒരുപാട് പൈസ കിട്ടുന്നു, ചില അതിനെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ജനറേഷന് കുറെ കൂടി ബുദ്ധിമുട്ടിലാണ്. കാരണം അവര് പുതിയ അപ്ഡേഷൻ, പുതിയ ഫോൺ വന്നു കഴിഞ്ഞാൽ 1.5 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങാം. പക്ഷെ ആ കിട്ടുന്ന ഇൻകത്തിനനുസരിച്ചല്ല അതൊന്നും മാനേജ് ചെയ്യണത്. അപ്പൊ 1 ലക്ഷം വാങ്ങുന്ന ആൾക്കും 10,000 വാങ്ങുന്ന ആൾക്കും ഒരേ ബുദ്ധിമുട്ടിൽ തന്നെ. ഇപ്പൊ അത് ആ ഫിനാൻസ് പേഴ്സണലി മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടോ, അതിനെപ്പറ്റി സാറിന് എന്താണെന്ന്? ഒരു മേജർ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകവും എക്സ്പെൻസും, ഇതിന്റെ ഡിഫറൻസ്, ആബ്സല്യൂട്ട് ഡിഫറൻസ് ആണ് വാട്ട് ഈസ് ലെഫ്റ്റ് വിത്ത് യു. ഇൻകം ആൻഡ് എക്സ്പെൻസ്. അപ്പൊ ഇതില് നമ്മളുടെ ഇൻകത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിധി ഉണ്ടാവും, അത് കഴിഞ്ഞ് നമുക്ക് കൂട്ടണം. ഇൻകം നമ്മൾ കൂട്ടണം, തീർച്ചയായിട്ടും ആ ഡിസയർ ഉണ്ടായിരിക്കണം. ഡിസയേഴ്സ് ഫോർ ന്യൂവർ തിങ്സ് അതും ഉണ്ടായിരിക്കണം. ആ ഡിസയർ ആണ് നമ്മൾ തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചെയ്യുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് അതിനുള്ള ചേഞ്ചിനെ നമ്മളെ പ്രാപ്തരാക്കുന്നത് ആ ഡിസയേഴ്സ്. അപ്പോൾ ഡിസയേഴ്സ് ഒരിക്കലും മുഴുവൻ കട്ട് ചെയ്യരുത്. പക്ഷെ ഇഫ് യു ഫെയിൽ, അല്ല, നമ്മളുടെ എക്സ്പെൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ഡെഫിസിറ്റ് ഉണ്ടാകും. ആ ഡെഫിസിറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി യു ബിക്കം മോർ ആൻഡ് മോർ മൈനസ്. അതുമില്ലാതെ ലയബിലിറ്റീസ് കൂടുതൽ വരും. ഡെഫിസിറ്റ് ബിറ്റ്വീൻ യുവർ ഇൻകം ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് യു ക്യാൻ ട്വീക്ക് ദ എക്സ്പെൻസസ്. അറ്റ് ദ സെയിം ടൈം യു ട്വീക്ക് ദ ഇൻകം ഓൾസോ. യു ട്രൈ ടു എൻഹാൻസ് യുവർ ഇൻകം. അത് തീർച്ചയായിട്ടും വേണം. പക്ഷെ ഒരു കാരണവശാലും യുവർ എക്സ്പെൻസ് ഷുഡ് നോട്ട് ബി മോർ ദാൻ യുവർ ഇൻകം. ഇഫ് യു ഗോ ഫോർ ദാറ്റ്, നിങ്ങൾക്ക് വെളിയിൽ നിന്നൊരു ഫൈനാൻസ് വേണ്ടി വരും, അല്ലേ? വെളിയിൽ നിന്നൊരു ഫൈനാൻസ് വേണ്ടി. അപ്പൊ ഇഫ് യു മേക്ക് എ പോളിസി ഇൻ യുവർ സേവിംഗ് സൈഡ്, ഒരു 25 to 30%, if you can say, if you get 1 rupee, you save 30. You keep aside. I don't say save. You keep aside 30. Rest you expose to the expenditures. നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഓട്ടോമാറ്റിക്കലി വരും. And you are enhancing your income. Definitely there are കണ്ടമാനം ways ഉണ്ട്. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. എനിക്കൊരു കാര്യം കൂടി തോന്നിയത്, പണ്ട് നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ എൻ്റെ ഒക്കെ ഗ്രാൻഡ് ഫാദർ ഒക്കെ പറഞ്ഞിരുന്ന കാര്യമാണ് വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പക്ഷെ കുറെ പേരൊക്കെ മാറ്റി ചിന്തിക്കുക, അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞു, അതായത് ചെലവിനനുസരിച്ച് വരവ് വർദ്ധിപ്പിക്കുക, ആ രീതിയിലേക്കും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോഴേ ആലോചിക്കേണ്ട കാര്യം. അത് വളരെയധികം എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസേഴ്സ് ഈ ഒരു ജനറേഷൻസിനൊക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ അവിടെ വരെ എത്തിയിട്ട് ഓക്കെ ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്. ഇപ്പൊ സാർ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു 30% നമ്മൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാതെ പല രീതിയിലും എക്സ്പെൻസിന്റെ കാര്യമായാലും ബിസിനസ് ഐഡിയാസിന്റെ കാര്യങ്ങളാണെങ്കിലും സ്റ്റാഫ് മാനേജ്മെന്റ്, ഇതെല്ലാം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഐ ഓപ്പണിംഗ് ടോക്ക് ആയിരുന്നു ആക്ച്വലി. താങ്ക് യു സാർ. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നമ്മുടെ ഓഡിയൻസിന്
ഈ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ അല്ല എല്ലാ റിക്വസ്റ്റും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആക്ച്വലി ഞങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യണതല്ല, ഞങ്ങള് ചോദിച്ച് ആ രീതിയിൽ വരുന്നതാണ്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഞങ്ങളുടെ സ്മാർട്ട് മൂവ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയാലും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ സ്റ്റാഫിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു കമ്പനി ഇങ്ങനെ റിക്രൂട്ട് ചെയ്യണം. ഇതൊക്കെ ഞങ്ങൾ ഈ ചാനലിലൂടെയാണ് സാറിനെ പോലെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുന്നതിലൂടെ അവർക്കും അതൊരു വലിയ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. I should also thank you all basically for giving me an opportunity to talk to your viewers. Okay. Thank you so much. Bye.